ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിൽ നിങ്ങൾ അത്യാവശ്യം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തു, നല്ല വ്യൂസ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഫോളോവേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷേ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇതുവരെ ഓൺ ആയിട്ടില്ല. ഇങ്ങനെയുള്ളവർ തീർച്ചയായും അവരുടെ പേജിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കും ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒന്നും ഓൺ ആകാതിരുന്ന സമയത്തെല്ലാം തന്നെ ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളും ഈ ഒരു കാര്യമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാര്യമെല്ലാം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രൊഫൈലിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ലെഫ്റ്റിലായി ഒരു 3 ലൈൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഈ ലെഫ്റ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു 3 ലൈനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് താഴേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെല്ലാം ലഭിക്കുന്നത്. അതായത് പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുക. ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പേജ് ടൈപ്പ്. ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ ക്രിയേറ്റർ എന്ന് സെലക്ട് ചെയ്യുക. ഇനി ബിസിനസ് ആണ് നിങ്ങളുടെ പ്രൊഫൈലിലെങ്കിൽ ഇത് നിങ്ങൾക്ക് ബിസിനസ് എന്ന് കറക്റ്റായി ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് അടിക്കുകയല്ല വേണ്ടത്. ഇവിടെ താഴത്ത് ഹെൽപ്പ് മീ ചൂസ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഈ ഹെൽപ്പ് മീ ചൂസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്ററിന് പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. അത് മാത്രമായി സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ബിസിനസ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഹെൽപ്പ് മീ ചൂസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ്സിനു താഴെ വരുന്ന ആ കാര്യം മാത്രം ടിക്ക് ചെയ്യുക. കാരണം ഇതിൽ ഏത് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ബിസിനസ് ഓപ്ഷനും ക്രിയേറ്റർ ഓപ്ഷനും മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻസ് എല്ലാം വരും. ഇതിൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുബന്ധമായ ടിക്ക് മാത്രം കൊടുത്തതിന് ശേഷം ഓക്കെ ചെയ്യുക. ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നല്ല ഗ്രോത്ത് എല്ലാം വരുമ്പോൾ അധികം താമസിയാതെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യാതെ ഹെൽപ്പ് മീ ചൂസ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് നോക്കൂ. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്